എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മിക്കവരുടെ ഫേവറേറ്റായ പരിപ്പുവടയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് പരിപ്പുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള തുവരപ്പരിപ്പ് വെച്ചാണല്ലോ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി ഒരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ കഴുകിയതിന് ശേഷം ഞാനൊരു അരിപ്പയിൽ വെള്ളം പോകാനായിട്ട് പരിപ്പെല്ലാം ഇട്ട് വയ്ക്കുവാണ്. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം മാത്രമേ നമ്മളുടെ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. ഇനി നമുക്ക് പരിപ്പുവടയിലേക്ക് ചേർക്കാനായിട്ട് ഇത്രയും ചേരുവകളാണ് വേണ്ടത്. ഞാനിവിടെ പരിപ്പുവടയിൽ ചേർക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു 10 വറ്റൽമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പിൽ നിന്ന് ഒരു 2 സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാൻ നേരത്തെ അതിൽ ചേർക്കാനായിട്ടാണ്. പരിപ്പിലെ വെള്ളം എല്ലാം പോയതിനു ശേഷം നമുക്ക് ഈ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. 2-3 ബാച്ചായിട്ട് നമ്മളിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അരഞ്ഞു പോവാതെ നോക്കണം. ഒരുപാട് അരഞ്ഞു പോവാതെ നമ്മുടെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകത്തിലായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് പേസ്റ്റ് പോലെ ഒരുപാട് അരഞ്ഞു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് ഉണ്ടാക്കുമ്പോഴേക്കും എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ പരിപ്പുവട പൊട്ടി എണ്ണയിലെല്ലാം ആകാൻ സാധ്യതയുണ്ട്. നന്നായിട്ടെല്ലാം ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പരിപ്പ് നമുക്ക് അരച്ചെടുക്കണം. പരിപ്പെല്ലാം അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവ കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കൂടെ എരിവിന് ആവശ്യമായ 3 പച്ചമുളക്, പിന്നെ ആവശ്യമായ കറിവേപ്പില. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുതിർന്ന പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ആവശ്യമായ ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. എല്ലാം കൈകൊണ്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോളിൻ്റെ ഷേപ്പിലെ മാവെടുത്ത് കൈക്കുള്ളിൽ വെച്ച് തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പിലാക്കി എടുക്കാം. പരിപ്പുവടയുടെ നടുഭാഗം കട്ടി കൂടിയും സൈഡെല്ലാം കട്ടി കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. ആ ഒരു ഷേപ്പിലാക്കി എടുക്കണം. ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ പുറംഭാഗം മാത്രം പെട്ടെന്ന് ഫ്രൈ ആയി മൊരിഞ്ഞു പോകും. ഉള്ളിലെ പരിപ്പ് വേകാതെ ഇരിക്കും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് കൂടെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പുവട 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല മുരിഞ്ഞ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. കൂടെ നല്ല ചൂട് കട്ടൻ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.